ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു യൂട്യൂബിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒരുപാടായിട്ട് യാത്ര ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് യാത്ര ചെയ്തത് വാഗമണ്ണാണ്. ഇപ്പോൾ നമ്മളുള്ളതും വാഗമണ്ണാണ്. അപ്പോൾ വാഗമണ്ണിൽ ഇന്ന് നമ്മൾ സൈറ്റ് സീയിങ് അല്ല, ജസ്റ്റ് ഒരു സ്റ്റേ എടുത്ത് നമ്മൾ ഓഫീസിൽ നിന്ന് കുറച്ച് ടീംസായിട്ട് വന്നിട്ട് ഒന്ന് സ്റ്റേ എടുത്ത് ഒന്ന് എൻജോയ് ചെയ്യാൻ വന്നേക്കണേണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് നോക്കി. അങ്ങനെ എയർബിഎൻബിയിൽ നമ്മൾ വാഗമണ്ണിന് അടുത്താണ്, പക്ഷേ ഇവിടെ എത്തണമെങ്കിൽ വാഗമണ്ണിൽ നിന്നൊരു 30 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ ഒരു പ്രോപ്പർട്ടി നമുക്ക് കണ്ട് ഒരു നാച്ചുറൽ പൂളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ലൊക്കേഷൻ ഉണ്ട്. അതിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതാക്കി കാണുന്നതാണ് വീട്. അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരമാണ് ഇവിടെ എത്തിയത്. വൈകുന്നേരം എത്തിയതുകൊണ്ട് ഇരുട്ടായതുകൊണ്ട് നമുക്ക് അധികം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ആണ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതെ, ഇതാണ് വീട്. നമ്മുടെ ക്രിസ്റ്റോസ് ആജി എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണിത്. ഇത് ഇവിടെ ആയിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. അപ്പോൾ അതെ, ഇവിടെ എൻ്റെ ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തെ നിലയിലാണ് ഇവർ താമസിക്കുന്നത്. ഇവിടെയായിട്ട് എന്താവശ്യത്തിനും എന്തും എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നൊരു ഫാമിലി ആട്ടോ. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാം പക്കയായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഉള്ളോട്ട് കാണിക്കാം. നമ്മളിവിടെ വണ്ടി വർക്ക് ചെയ്തു. നമ്മൾ ഇന്നലെ കുറേ 100 റെയിൻകോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു മഴയത്ത് കുറച്ച് കിടക്കാനായിട്ട്. അതാണ് ഇവിടെ കാണുന്നത്. ഇത് വീടാണ്. അപ്പോൾ അകത്തോട്ട് ഇന്നതിന് മുമ്പ് ഞാൻ വീടിൻ്റെ ചുറ്റൊന്ന് നടന്ന് കാണിച്ചുതരാം. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ വെള്ളച്ചാട്ടമാണ്. അത് ഇന്നലെ രാത്രി ഒന്ന് ഞങ്ങൾ ഇറങ്ങി. ഞാൻ പറയാം, നാച്ചുറൽ പൂൾ വിത്ത് വെള്ളച്ചാട്ടം, ആ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഒന്ന് ഞങ്ങൾ ഇറങ്ങി. ഈ ഒരു വഴിയാണ് ഇറങ്ങിപ്പോകേണ്ടത്. ഇറങ്ങിതേ താഴത്തേ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം. ഇതേ വീടിന് ചുറ്റും നമുക്ക് നടക്കാട്ടോ. വീടിൻ്റെ ബാക്ക് സൈഡാണ്. രാത്രിയും പകല് എപ്പോൾ വേണമെങ്കിൽ ഇത്ര സേഫായിട്ട് ഇറങ്ങാൻ വേണ്ടി വെള്ളച്ചാട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെ, അവിടെ നമ്മുടെ ടീമിലെ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. ഞാൻ ഇറങ്ങണം. ഞാൻ അപ്പോൾ വീട് കാണിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്നാണ് ഞാൻ ആലോചിച്ചത്. അതാണ് വീടിന് ചുറ്റും നടക്കാനുള്ള സ്ഥലം. കണ്ടില്ലേ, ഓവർ തണുപ്പില്ല, എന്നാൽ തണുപ്പുണ്ട്. അതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. ഏത് സമയം ഈ വെള്ളം ഇങ്ങനെ വീഴണ ഒരു ഒച്ചയായിട്ട് ഇവിടുത്തെ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. കണ്ടില്ലേ, ഇതാണ് പ്രോപ്പർട്ടി. അടിപൊളിയായിട്ട് പ്രോപ്പർട്ടി. ഞാൻ വീണ്ടും ഉള്ളിൽ കയറിയിട്ട് ഇവിടുത്തെ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. അതെ, നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു സ്മാർട്ട് ടി വി ഉണ്ട് വിത്ത് വൈഫൈ. നമുക്ക് യൂട്യൂബോ എന്താണെന്ന് വെച്ചാൽ കയറിയിട്ട് ഇതിനകത്ത് കാണാം. ഇതൊരു കോമൺ ഏരിയ. സോഫയുണ്ട്. ഇത് ഇവിടെ കിച്ചണിൽ കുക്കിംഗ് അവർ പ്രൊവൈഡ് ചെയ്യണില്ലെങ്കിൽ പോലും നമുക്ക് ഇൻഡക്ഷൻ കുക്കറൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചായ തിളപ്പിക്കാനായിട്ട് പാത്രങ്ങളെല്ലാം ആവശ്യത്തിനുണ്ട് ഇവിടെ. പിന്നെ ഇത് ഫസ്റ്റ് ബെഡ്റൂമും നമ്മുടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഇവിടുത്തെ ബാത്റൂം ഫസ്റ്റ്. ഇത് അവരുടെ താഴത്തേക്കുള്ള കണക്ഷൻ സ്റ്റെയർ ആട്ടോ. അത് നമ്മൾ അടച്ചിട്ടേക്കുക. പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഇവിടെ ഒരു മറ്റൊരു ബെഡ്റൂം. ഇവിടെ നമ്മുടെ സാധനങ്ങൾ ഡ്രസ്സുകളൊക്കെ ഇട്ടേക്കണേണ്. ഇവിടെ വേറൊരു ബെഡ്റൂം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ വാഗമണ്ണിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ വളഞ്ഞ് മൂപ്പ് പിടിക്കുന്നത്. ശരിക്കും നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ വാഗമൺ തൊട്ടടുത്താണെങ്കിൽ ജസ്റ്റ് ഒരു 6 കിലോമീറ്റർ ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ ഇവിടെ എത്തണമെങ്കിൽ നമ്മൾ 30 കിലോമീറ്റർ വളഞ്ഞു വരണം. പക്ഷെ വളഞ്ഞു വന്നാൽ പോലും എന്തുകൊണ്ട് വെറുത്തായിട്ട് പ്രോപ്പർട്ടിയാണ്. നമുക്കൊരു എന്താ പറയുക, ഫുഡൊക്കെ ഇവർ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് പറഞ്ഞു പറയട്ടോ. റീസണബിൾ റേറ്റ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സെയിം റേറ്റ് തന്നെ ഫുഡ് കിട്ടും. ഒരു ഓവർ പ്രൈസ്ഡ് അങ്ങനെ നല്ല ഫുഡാണ്. അത് ഞാൻ പറഞ്ഞില്ല, ഇന്നലെ രാത്രി നമ്മളിതെല്ലാം എക്സ്പ്ലോർ ചെയ്തായിരുന്നു. നൈറ്റ് ആയതുകൊണ്ടും ഇരുട്ടായതുകൊണ്ടൊന്നും വീഡിയോ എടുക്കാതിരുന്നതാണ്. അപ്പോൾ ഒരു വാഗമണ്ണിന് തൊട്ടടുത്ത് ഒന്ന് വാഗമൺ പോയിട്ട് വൈകുന്നേരം സ്റ്റേ ചെയ്ത് ഇപ്പോൾ വാഗമൺ രാവിലെ എത്തി. അവിടെ ഒന്ന് അടിച്ച് പൊളിച്ച് പിന്നെ വൈകുന്നേരത്തോടെ ഇവിടെ സ്റ്റേയിലെത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി രാവിലെ എഴുന്നേറ്റ് പിന്നെ വെള്ളത്തിലിറങ്ങി നമുക്ക് പിറ്റേന്ന് ചെക്കൗട്ട് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ അഡ്രസ്സും ഗൂഗിൾ ലൊക്കേഷനും കോൺടാക്ട് നമ്പറൊക്കെ താഴെ കൊടുക്കാം. നിങ്ങളൊക്കെ വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇവിടെ മുമ്പ് വന്നവരാണെങ്കിൽ ഇവിടുത്തെ കമൻറ്റ് ചെയ്യാം കേട്ടോ താഴെ.
അപ്പോൾ 1 വർഷം എന്തോ ആയിട്ടുള്ള വീട് തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലോ താഴെ ഫാമിലിയാണ്, എന്തുകൊണ്ട് സേഫാണ്, എന്ത് സൗകര്യത്തിനും അവർ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇനി താഴെ വെള്ളച്ചാട്ടത്തിലോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ താഴെ വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ ഇറങ്ങാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങിയിട്ടാണ്. ഇവരുടെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ് ഈ തൊട്ട് താഴെ കാണുന്നത്. ആ വഴിയാണ് നമ്മൾ ഇറങ്ങുന്നത്. അത് രാത്രിയാണെങ്കിൽ പോലും ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഈ വഴി ഇറങ്ങാനാണെങ്കിലും അവർ നമുക്ക് എമർജൻസി ലൈറ്റ്, ടോർച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേപോലെ ചെറിയൊരു ഇറക്കിറങ്ങി വേണം നമുക്ക് താഴത്തോട്ട് പോകാനായിട്ട്. പാമ്പോ അട്ട അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര സേഫാണിത്. ഇവർ പറഞ്ഞു ഇവരിതിപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ ഈ ഒരു സ്റ്റെപ്പൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് കുറച്ചായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്യൂച്ചറിൽ അത് ബെറ്ററാക്കി നല്ലൊരു ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ അവർ ഉണ്ടാക്കുമായിരിക്കും. നമുക്ക് അടുത്ത തവണ വരുമ്പോഴേക്കും അതൊക്കെ നോക്കാം. മെയിനായിട്ട് ഇതിൻ്റെ ഓണറിൻ്റെ മകൻ ജോസാജി, അവനാണ് ഈ എല്ലാ സൗകര്യവും നമുക്ക് ഇതൊന്നും ഭയങ്കര എപ്പോഴും ഇങ്ങോട്ട് വിളിച്ച് നമ്മൾ കംഫർട്ടാണോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. കണ്ട നമ്മളങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ഇങ്ങനെ വാഗമണ്ണ് മോളിൽ നിന്നുള്ളൊരു ഉറവയാണ് ഈ താഴത്തോട്ട് ഇങ്ങനെ ഒഴുകി വന്നത്. കണ്ട ഭയങ്കര സേഫായിട്ടത്. കുട്ടികൾക്ക് പോലും ഈവൻ സേഫായിട്ട് ഇവിടെ ഇറങ്ങാം എന്നാണ് പ്രത്യേകത. ഫുള്ള് ഇവരിങ്ങനെ കയറൊക്കെ കെട്ടി സേഫാക്കിയിട്ടുണ്ട്. കണ്ട അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഞാൻ മുകളിൽ ഒരു പടം കാണിച്ചു തരാട്ടെ. ഇതിൻ്റെ ഒപ്പം മുകളിൽ ഇതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ പടമൊക്കെ അവർ എടുത്ത് വെച്ചിട്ടുണ്ട്, വരച്ച് വെച്ചിട്ടുണ്ട്. അവിടുത്തെ കുട്ടിയാണെന്ന് തോന്നുന്നു. നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് നൈസായിട്ട് ഇറങ്ങാം. കാരണം നമ്മുടെ വെള്ളച്ചാട്ടം നോക്കിക്കേ, നല്ല ക്ലിയർ വെള്ളം കേട്ടോ. കേട്ടോ അവർ ഈ ലൈറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ രാത്രി ഇറങ്ങാനായിട്ട്. കുഴപ്പമൊന്നുമില്ല. ഇന്നലെ അവിടെ നല്ലൊരു ചന്ദ്രൻ്റെ വെട്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിൽ കുറച്ച് നേരം കളിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ നിന്നൊക്കെ കയറി തിരിച്ച് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകണേണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുന്നത് കേട്ടോ. ഇനി കുറച്ച് വാഗമണ്ണ് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീട്ടിൽ പോകാനായിട്ടാണ് പ്ലാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും ധൈര്യമായിട്ട് വരാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ്. ഇവിടെ നിന്ന് തന്നെ നോക്കുമ്പോൾ നമുക്ക് അവിടെ വെള്ളച്ചാട്ടം കാണാം. ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് ഒരു ദിവസം ഇവർക്കൊരു 15 പേരോളം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിട്ട് ഒരു 15 പേരുടെ ഗസ്റ്റുകൾ വരാനുണ്ട്. അപ്പോൾ ആ ചേട്ടൻ അതിൻ്റെ ക്ലീനാക്കാൻ വേണ്ടി പോയേക്കണേണ്. അപ്പോൾ ഇതാണ് വഴി. നല്ല രാത്രി കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും വരാം. എന്നവരാണെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.